കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. വിചാരണ കോടതിക്കും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ., ഇതിപ്പോൾ 7.5 വർഷത്തിന് ശേഷമാണ് ഒന്നാം പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങുന്നത്. ഇതിൽ സർക്കാരിന് ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകളൊക്കെ വിചാരണ വേളയിൽ ഇപ്പോൾ ഈ ജാമ്യം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജിയുടെ ആ വാദത്തിനിടെയെല്ലാം സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായിട്ടും അനുജ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആശങ്കകളും സംസ്ഥാന സർക്കാർ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ വഴി ഉന്നയിച്ച എല്ലാ ആശങ്കകളും പ്രസക്തമാണ് എന്ന നിരീക്ഷണം സുപ്രീം കോടതി നടത്തുമ്പോഴും ഉണ്ടായ കാലവിളംബം അത് നിയമവ്യവസ്ഥയിൽ ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ അർഹമായിട്ടുള്ള കാരണമാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 7.5 വർഷമായി പൾസർ സുനിൽ ജയിലിനുള്ളിൽ കഴിയുന്നുണ്ട്. മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. ഈ വിചാരണ എപ്പോൾ അവസാനിക്കും എന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാക്കാനായിട്ട് പ്രോസിക്യൂഷനോ അഥവാ വിചാരണ കോടതിക്കോ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുക മാത്രമാണ് നിർവാഹമായിട്ടുള്ള കാരണം ചെയ്യാൻ പറ്റുന്ന നടപടി എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനർത്ഥം ഏതെങ്കിലും വിധത്തിൽ പൾസർ സുനിക്ക് ലഘുവായ വ്യവസ്ഥകളോടെ ജാമ്യം നൽകണം എന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്. മറിച്ച് വിചാരണ കോടതി ഈ എല്ലാ സുരക്ഷയും ഉറപ്പാക്കുന്ന വിധത്തിൽ ഈ കേസിന്റെ വിചാരണയിൽ ഒരു വിധത്തിലും ഇടപെടാത്ത വിധത്തിൽ ഉള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്താനായിട്ട് വിചാരണ കോടതിക്ക് അധികാരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിക്ക് ഇക്കാര്യത്തിൽ തീരുമാനിക്കാം. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതി മുമ്പാകെ ഹാജരാക്കണം. ആ ഘട്ടത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം വിചാരണ കോടതി കൈക്കൊള്ളേണ്ടത്. തീർച്ചയായിട്ടും വിചാരണ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്നു ഈ ജാമ്യം നൽകാനായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് അവർക്ക് ആവശ്യമുള്ള വിധത്തിൽ അഥവാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ഇടപെടലിനോ ഭീഷണിക്കോ പൾസർ സുനിൽ കാരണമാകാത്ത വിധത്തിലുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ആ ഘട്ടത്തിൽ വിചാരണ കോടതിയിൽ വാദം ഉന്നയിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതി തുടർന്ന് വിചാരണ കോടതി തുടർന്ന് ജാമ്യ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്നത്. സുപ്രീം കോടതി ഇന്ന് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ വിധത്തിൽ ഈ കേസിന് വൈകൽ ഉണ്ടായതിന് കാരണം അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വീഴ്ച ഉൾപ്പെടെ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നടപടിക്രമങ്ങളിൽ ഉണ്ടായ വൈകൽ ഉൾപ്പെടെയുള്ളതാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏതാണ്ട് 87 ദിവസത്തോളം പ്രതിഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം വിചാരണ ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടായപ്പോൾ നിയന്ത്രിക്കാനായിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യം സംസ്ഥാന സർക്കാരും ഈ നടന്റെ ഭാഗത്ത് നിന്ന് കേസ് വൈകിപ്പിക്കാനുണ്ടാകുന്ന നീക്കങ്ങൾ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉള്ള നിഗമനങ്ങളും സുപ്രീം കോടതി ഈ ജാമ്യം നൽകുന്നതിന് കാരണമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി 7.5 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണം. തുടർന്ന് വിചാരണ കോടതി ജാമ്യം അനുവദിക്കണം. ഇതെന്ത് വിചാരണ എന്നതാണ് ഇതിനെ അനന്തമായി നീണ്ടുപോകുന്നതിനെ സുപ്രീം കോടതി വിമർശനമായി ചൂണ്ടിക്കാട്ടിയത്.